നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ കുവൈറ്റിലെ മംഗഫിൽ ഒരു ലേബർ ക്യാമ്പിലെ പാർപ്പിട സമുച്ചയത്തിൽ ഇന്ന് രാവിലെ 4 മണിക്ക് ഒരു തീ പടരുകയും അത് സംബന്ധിച്ച് അതിൽ നിരവധി പേർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും കൺഫേംഡ് റിപ്പോർട്ടുകൾ കിട്ടുന്നില്ല. ഞങ്ങളത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അതിന് കൺഫേംഡ് ആയിട്ടുള്ള ഡെത്ത് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ട്സിന് വെയിറ്റ് ചെയ്യാണ്. ഈ വിവരം വന്നപ്പോൾ തൊട്ട് തന്നെ കുവൈറ്റിലുള്ള നമ്മളുടെ പ്രവാസി അസോസിയേഷനുകളുമായിട്ടും ലോക കേരള സഭാ മെമ്പേഴ്സുമായിട്ടും നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ ആണ് നോർക്ക. ഈ വിവരം എത്തിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വിദേശകാര്യമന്ത്രിക്ക് കത്തയക്കുകയും അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ലോക്കൽ ഹെൽപ്പ് ഡെസ്കും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർക്കയുടെ ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിൽ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നമ്പറുകൾ ഇപ്പം മീഡിയയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടും പ്രവാസി അസോസിയേഷനുകളും മലയാളികളുമായിട്ട് ബന്ധപ്പെട്ടും ഇതിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് മലയാളികൾക്കും എത്രയും സഹായങ്ങൾ നൽകുവാനും ഉള്ള നടപടികൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്രയുമാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കിട്ടുന്ന മുറയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഏകോപനം നോർക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിനകത്ത് ഈ മലയാളിയായ ഒരു പ്രവാസിയുടെ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഈ പാർപ്പിട സമുച്ചയത്തിൽ ഏകദേശം 50% മലയാളികളുണ്ട്. ഏകദേശം 200-ഓളം ആൾക്കാർ ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അതിൽ തന്നെ 50%-ലധികം മലയാളികൾ അവിടെ ഉണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ കൃത്യമായ രീതിയിൽ ഇതിന്റെ വിവരങ്ങൾ കൃത്യമായ എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്, അതിൽ മലയാളികൾ എത്ര പേരുണ്ട്, അതല്ലെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ നമുക്ക് എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇല്ല, അക്കാര്യങ്ങളെ കുറിച്ച് സെക്രട്ടേറിയറ്റിൽ അല്ല തുടങ്ങിയിരിക്കുന്നത്. നോർക്ക ഇവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെയുണ്ട് നോർക്കയുടെ ഗ്ലോബൽ കോണ്ടാക്ട് സെന്റർ, കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതോടൊപ്പം കുവൈറ്റില് ലോക്കൽ ഹെൽപ്പ് ഡെസ്ക്, ഒരു അഡ്ഹോക് ലോക്കൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുകൾ ഇപ്പോൾ ലഭ്യമാണ്. അക്കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അല്ല, ഇതുവരെ ഇല്ല അങ്ങനെ മരിച്ചു എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കൺഫേംഡ് ആയിട്ട് ഡെത്ത് ഒന്നും വന്നിട്ടില്ല. അല്ല, അത് ഞാൻ കോൾ സെന്ററുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ. കോൾ സെന്ററിലാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. കോൾ സെന്ററിൽ എത്ര കോൾസ് ആ വിവരം കിട്ടിയിട്ടില്ല അതുവരെ. ഞാനത് കളക്ട് ചെയ്തിട്ട്